എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി ഒരു പെൺകുട്ടിയെ കാത്തിരിക്കുവാണ്. ആ പെൺകുട്ടി വരുമ്പം സ്കൂട്ടറിലാണ്ടോ വരുന്നത്. വന്നു കഴിഞ്ഞേക്കും ഓടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ ആലോചിച്ചോ എന്ന് ചോദിക്കും. അന്നേരം പെൺകുട്ടിയുടെ പേര് ശരണ്യ എന്നാട്ടോ. ശരണ്യ പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചു, പക്ഷേ റിസ്ക് ഉള്ള കാര്യമാണെന്ന് പറയുമ്പോൾ ഒരു റിസ്ക്കും ഇല്ല എന്ന് പറയും. അന്നേരം ശരണ്യ പറയുന്നുണ്ട്, നിനക്ക് റിസ്ക് ഒന്നുമില്ല, പക്ഷേ എനിക്ക് റിസ്ക് ഉണ്ട്. കാരണം ഇത് ശരിക്കും ഒരു ആൾമാറാട്ടമാണ്, പിടിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് പോകുമെന്ന് പറയും. അന്നേരം അഭി പറയും, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്നേ, ഉറപ്പായിട്ടും വല്യമ്മ ഇതാരോടും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം ശരണ്യ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് തീരെ അങ്ങ് വിശ്വാസമില്ല. കാരണം എന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് കൊണ്ട് നടന്നതാണ് നീ, എന്നിട്ട് നൈസായിട്ട് അങ്ങ് ഊരി. അതുകൊണ്ട് നിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് വിശ്വാസമില്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ നിനക്കൊരു നേട്ടം ഉണ്ടാകുന്ന കാര്യം വന്നപ്പോൾ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്, അതൊന്നും നീ കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയും. അന്നേരം ശരണ്യ പറയുന്നുണ്ട്, എനിക്ക് നേട്ടം ഉണ്ടാകുന്ന കാര്യം, അപ്പം നിനക്ക് ഇതിനകത്ത് നേട്ടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയും, അത് അങ്ങനെ ചോദിച്ചാൽ എന്ന് പറയുമ്പം, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയത്തില്ലേ, സത്യം പറയടാ, ഇതിൻ്റെ അകത്ത് നിനക്ക് എന്താ ലാഭം എന്ന് ചോദിക്കും. അന്നേരമാണ് അഭി പറയുന്നത്, 50 ലക്ഷം എന്നാ. ആഹാ, 50 ലക്ഷം കിട്ടുമോ, എന്നിട്ടാണോ നീ എന്നോട് പറയാണ്ടിരുന്നത്, എനിക്കും വേണം അതിൻ്റെ അകത്തൊരു പങ്ക് എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, നിനക്കൊരു 5 ലക്ഷം രൂപ അങ്ങ് തന്നേക്കാന്ന്. അന്നേരം ശരണ്യ ഒരു 5 ലക്ഷമോ, നിനക്ക് 50 ലക്ഷം കിട്ടുമ്പോഴാണ് നീ എനിക്ക് 5 ലക്ഷം തരുന്നത്, അതുപോരാ, എനിക്ക് അതിൻ്റെ പകുതി കിട്ടണമെന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, എങ്കിൽ ഈ കാര്യം നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ വേണ്ട, എനിക്ക് അത്രയെങ്കിലും കിട്ടണം, അങ്ങനെ മേലനങ്ങാതെ നീ അത്രയും പൈസ അങ്ങ് കൊണ്ടുപോകണ്ട എന്ന് പറയും. അന്നേരം അഭി വേറെ നിവൃത്തിയില്ലാണ്ട് പറയുവാണ്, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞതിൻ്റെ ഇരട്ടി 10 ലക്ഷം തരാം, അങ്ങനെയും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ കേസ് ഇവിടെ ഉപേക്ഷിക്കാം എന്ന് പറയും. അന്നേരം ആ പെൺകുട്ടി പറയും, ഓക്കെ, 10 ലക്ഷം, അതിന് നമുക്ക് ഉറപ്പിക്കാം എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ഞാൻ നിന്നെ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അഭി അവിടുന്ന് പോരുക. അതിനുശേഷം അഭി ഈ കാര്യങ്ങളെല്ലാം കൂട്ടുകാരോട് പറയുന്നുണ്ട്. അന്നേരം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നീ ബിസിനസ് തുടങ്ങുവാണ് എന്നല്ലേ പറഞ്ഞത്, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, അവരോരോ ഷോപ്പിലിരുന്ന് ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഈ ഷോപ്പ് വിൽക്കാൻ പോവാണ് എന്നാണ് കേട്ടത്, എങ്കിൽ നീ അങ്ങ് മേടിക്കുക, 40 ലക്ഷത്തിൽ ഈ ഷോപ്പ് അങ്ങ് മേടിക്കാൻ പറ്റുമെന്ന് പറയും. അന്നേരം അഭി ഓർക്കുന്നുണ്ട്, അത് നേരെ, ഏതായാലും ഈ ഷോപ്പ് അങ്ങ് മേടിക്കുക എന്ന് പറയുമ്പം കൂടെയുള്ളവൻ ചോദിക്കുന്നുണ്ട്, നിനക്കത് നാണക്കേടാകുമോ, അനന്തപുരിയിലെ കൊച്ചുമോനാണ് ഇതുപോലൊരു ഷോപ്പ് നടത്തുന്നത്, നിനക്ക് ചിലപ്പോൾ നാണക്കേടായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പം അഭി പറയുന്നുണ്ട്, എനിക്കൊരു നാണക്കേടും ഇല്ല, ഇപ്പോൾ എൻ്റെ കയ്യിലോട്ട് പൈസ വരണം, അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെയില്ലേ, നിങ്ങൾ നടത്തിയാൽ മതി, ഏതായാലും നമുക്ക് ഈ ഷോപ്പ് വിട്ട് കളയണ്ട, നല്ല കച്ചവടമുള്ളൊരു ഷോപ്പാണ്, ഇതിൻ്റെ ഉടമസ്ഥൻ ഗൾഫിലായതുകൊണ്ട് വിൽക്കുന്നതാണ് എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പണ്ട് ശബരിമലയ്ക്ക് പോയ സമയത്ത് അഭി എടുത്തിട്ടിടിച്ചൊരു എസ് ഉണ്ടല്ലോ, അങ്ങേര് സിവിൽ ഡ്രസ്സിലാട്ടോ. അന്നേരം അഭി അതിനെപ്പറ്റി ഇങ്ങനെ ഓർക്കും. എന്നിട്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട്, ദേടാ, ദേവനാണ് എന്നെ അന്ന് ശബരിമലയ്ക്ക് പോയ സമയത്ത് സ്റ്റേഷനിൽ കയറ്റിയിട്ട് ഇടിച്ചത് എന്ന് പറയും. അന്നേരം അവനോ എന്നിങ്ങനെ അവരിങ്ങനെ സംശയത്തോട് ചോദിക്കുക. അന്നേരം പോലീസ് യൂണിഫോമിലൊന്നും അല്ലല്ലോ. അന്നേരം അഭി പറയുന്നുണ്ട്, ചിലപ്പോൾ ഇങ്ങോട്ട് വല്ലതും ട്രാൻസ്ഫർ ആയതാണെന്നോ അറിയത്തില്ലല്ലോ, ഏതായാലും ഇവൻ തന്നെ എന്നെ ഇടിച്ചത് എന്ന് പറയുന്നതും കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, കൈ വെക്കണോ അളിയാന്ന്. അന്നേരം വെക്കണം എന്ന് പറഞ്ഞിട്ട് അഭിയും അവർ രണ്ടുപേരോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഹെൽമെറ്റ് വെച്ച് അയാളെ കുറേ തല്ലും. ലാസ്റ്റ് അഭി ഹെൽമെറ്റ് ഊരിയിട്ട് പറയുന്നുണ്ട്, അതെ, നിനക്ക് എന്നെ മനസ്സിലായല്ലോ, അന്ന് എനിക്കിട്ട് ഒരാവശ്യമില്ലാണ്ടാണ് നീയൊക്കെ തല്ലിയത്, അതിനുള്ള പ്രതികാരം തിരിച്ചങ്ങ് തന്നതാണ്, ഏതായാലും നിനക്ക് കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കേസ് കൊടുക്കും, ഞാൻ ഊരി പോന്നോളാം എന്ന് പറഞ്ഞിട്ട് അഭി അവിടുന്ന് എഴുന്നേറ്റ് പോരുക. അന്നേരം കൂട്ടുകാർക്ക് ചെറിയ ടെൻഷനുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, അളിയ ഇത് കേസാവുമോ എന്ന് ചോദിക്കുമ്പോൾ, കേസായ അതിന് ബാക്കി അന്നേരം നോക്കും, നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അഭി അവിടുന്ന് പോരുക. ഏതായാലും എസ് ഐക്ക് നല്ല പരിക്ക് പറ്റി, ആൾക്കാർ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ വയ്യ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. ജലജ അഭിയെ നോക്കിയിരിക്കുകയാണ്. ദേവേനെ കാണിക്കാനുള്ള പെൺകുട്ടി കിട്ടിയോ എന്നറിയണമല്ലോ. അന്തൊക്കെയോ അഭി അങ്ങോട്ട് വരും. അന്നേരം, എങ്ങനെയാടാ ഞാൻ പറഞ്ഞ കാര്യം, പെൺകുട്ടി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവൾ ചോദിക്കുന്ന എമൗണ്ട് ഇത്തിരി കൂടിപ്പോയി എന്ന് പറയും. അന്നേരം എത്രയാ എന്ന് ചോദിക്കുമ്പോൾ 10 ലക്ഷം എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, 10 ലക്ഷം കൊടുക്കാനോ, നീ വെറും പൊട്ടനായതുകൊണ്ടല്ലേ ഈ 10 ലക്ഷം സമ്മതിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, 50 ലക്ഷത്തിൻ്റെ ചെക്കാണ് കിട്ടുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുമല്ലോ, അപ്പോൾ അവൾ ചോദിക്കും, അപ്പോൾ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ ഈ പരിപാടിക്ക് നിൽക്കില്ല എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളോട് പോകാൻ പറ, നമുക്ക് വേറെ നോക്കാമെന്ന് പറയുമ്പോൾ, വേറെ അങ്ങനെ കിട്ടത്തൊന്നുമില്ല എന്ന് അഭി പറയും. എന്നിട്ട് അഭി പറയുന്നുണ്ട്, ആദ്യം 5 ലക്ഷമാണ് ഞാൻ പറഞ്ഞത്, എന്നിട്ടും അവൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് 10 എത്തിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയാം, നീ പൊട്ടനായിട്ട് ആദ്യം ഒന്ന് പറയുമായിരുന്നെങ്കിൽ പിന്നെ അവൾ കൂട്ടി ചോദിക്കുമ്പോൾ 2 കൊടുത്താൽ
പോരായിരുന്നോ എന്നാണ് ജലജ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് 10 അവൾക്ക് കൊടുക്കണ്ട, ഒരു 1 അവൾക്ക് കൊടുക്കുക, 9 എനിക്ക് തരിക, 40 നീ എടുത്തോ, അതാ നല്ലത് എന്ന് പറയും. അന്നേരം അതൊന്നും നടക്കുകയില്ലമ്മേ, അവൾക്ക് 10 ലക്ഷം തന്നെ കൊടുക്കണം എന്ന് പറയുമ്പം ജലജ പറയുക, എങ്കിലൊരു കാര്യം ചെയ്യേ, എനിക്കും 10 ലക്ഷം താ, അവൾക്കും 10 ലക്ഷം കൊടുക്കുക, 30ൻ്റെ ആവശ്യം നിനക്കുള്ളൂ എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട് പറ്റത്തില്ല, എനിക്ക് 40 ലക്ഷം തന്നെ വേണം, എനിക്ക് ആ പൈസ കൊണ്ട് അവിടെ ഒരു ഷോപ്പ് മേടിക്കണം, അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയുക, അങ്ങനെ എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്യാനാണെങ്കിൽ ഓക്കെ, നീ എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് എനിക്കും കയറി ജ്യൂസൊക്കെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞങ്ങ് സമാധാനിക്കും. എന്നിട്ട് അന്നത്തേക്കും അഭി പറയുന്നുണ്ട്, ഏതായാലും ഞാൻ വല്യമ്മയുടെ അടുത്തോട്ട് ചെന്നിട്ട് ഈ കാര്യമൊക്കെ ഒന്ന് പറയട്ടെ, ഒന്ന് സെറ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, നീ സെറ്റ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, ഇത് ഈ വീട്ടിലുള്ള വേറെ ആരും അറിയരുത്, അത് പ്രത്യേകം നീ പറഞ്ഞേക്കണം എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണം, പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അകത്ത് പോകുന്ന കേസാണ് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അതെനിക്കറിയാം, ഞാൻ അങ്ങനെ അകത്ത് പോവുകയാണെങ്കിൽ അമ്മയും പോകുമെന്ന് പറയും. അന്നത്തേക്കും ജലജ, നീ എന്നെ ഒറ്റ കൊടുത്തേക്കരുത് കേട്ടോ എന്ന്, ഏതായാലും കാര്യങ്ങൾ പോയി പറയാം എന്ന് പറഞ്ഞ് പോവാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, അവൻ എനിക്ക് ആകെ തരുന്ന 50,000 രൂപയാണ്, അതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുകയില്ല, ഏതായാലും അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിച്ച് ഞാൻ ബിസിനസ് തുടങ്ങും എന്ന് പറഞ്ഞാണ് അഭി പോകുന്നത്. ആ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് ജലജയും. ഏതായാലും ഈ സമയം ദേവയാനി കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക, പഴയ സ്വർണ്ണമാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് നയന ഡിസൈൻ ചെയ്ത പുതിയ സ്വർണ്ണം മേടിക്കണം, എനിക്കാന്ന് പറഞ്ഞ് മേടിക്കണമല്ല, എന്നിട്ട് പിന്നീട് എൻ്റെ മരുമോൾക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അഭി അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് അഭി അടുത്ത് ചെന്നിട്ട് പയ്യെ പറയുവാണ്, വല്യമ്മയോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അത് ഈ വീട്ടിലുള്ള ആരോടും പറയരുത് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അത് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കാം, ഇനിയിപ്പോൾ പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും എന്ന് പറയും. അന്നേരം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാവുന്ന കാര്യം പറയുന്നില്ല എന്ന് പറയുമ്പോൾ, കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്ന് പറയും. അന്നേരം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം അഭി പറയുന്നുണ്ട്, അങ്ങനെയല്ല വല്യമ്മായി ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുമല്ലായിരുന്നു ഇത്രയും കാലവും, ആ അമ്മായിക്ക് കരൾ തന്ന പെൺകുട്ടിയെ അത് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴേക്കും ദേവേനിക്കൊരു ടെൻഷനാണ്. ഈശ്വര, നയനമോളാണ് എനിക്ക് കരൾ തന്നത്, ഇവൻ കണ്ടുപിടിച്ചോ എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട്, നീ കണ്ടുപിടിച്ചോ, എവിടെയാ പെൺകുട്ടിയുടെ വീട് എന്ന് ചോദിക്കും. അന്നേരം പറയും, ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ദേവേനി മനസ്സിലോർക്കുക, ഈശ്വര, നയനമോളുടെ വീടും അവിടെയാണല്ലോ, നയനമോൾ ആണോ ഇവൻ്റെ മനസ്സിൽ, അവൻ ഇനിയിപ്പം സസ്പെൻസ് ഇട്ട് പറയുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ്. അന്നേരം ദേവേനി ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കും. അന്നേരം അഭി പറയുവാണ്, ഞാൻ കുറേ അന്വേഷിച്ചു, അമ്മായിയുടെ സങ്കടം കണ്ടപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത്, ആദ്യം ഹോസ്പിറ്റലൊക്കെ ഒന്ന് അന്വേഷിച്ചു, അങ്ങനെയാണ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടെത്തിയത് എന്ന് പറയും. അന്നേരം ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, കാണാനൊക്കെ പറ്റും, ഏതായാലും കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണാൻ പോകുന്ന കാര്യമൊന്നും ഈ വീട്ടിലുള്ള ആരും അറിയണ്ടെന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ ആരോടും പറയുകയില്ല എന്ന് ദേവേനി പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, ആ പെൺകുട്ടി സന്നദ്ധ സംഘടനയിലൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്, ഇതുപോലെ സഹായം എല്ലാവർക്കും ചെയ്യാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അന്നേരം ദേവേനിക്ക് ആശ്വാസവും, അതിനെപ്പറ്റി അല്ല പറയുന്നതെന്ന് മനസ്സിലാവുമല്ലോ, ഏതായാലും അടുത്ത ദിവസം തന്നെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോവുകയാണ്. അന്നേരെ ദേവേനി മനസ്സിലോർക്കുന്നുണ്ട്, ഈ വീട്ടിലുള്ള പലരും നാടകം കളിക്കുവാണ്, അതിൻ്റെ ഇടയിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അഭി. ഏതായാലും എല്ലാത്തിനും കൊടുക്കാനുള്ളതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ കറക്റ്റായിട്ട് തന്നോളാം എന്ന് ദേവേനി മനസ്സിലോർക്കുന്നുണ്ട്. അവിടുന്ന് നേരെ ദേവേനി റൂമിലേക്ക് ആട്ടോ തന്നെ. അന്നേരം ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആകുമായിരുന്നു ജയൻ. എന്നിട്ട് ജയനോട് പറയുന്നുണ്ട്, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയും. അന്നേരം ജയൻ മനസ്സിലോർക്കുക, ഈശ്വര, നയനമോളെ കണ്ടുപിടിച്ചോ ഇയാൾ, ഇനിയിപ്പോൾ പ്രശ്നമാവോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുക കേട്ടോ. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, എന്താ ഞാനത് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഈ ഒരു പ്രശ്നവുമില്ല, താൻ കണ്ടുപിടിച്ചത് തനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ തന്നെയാണോ, അതോ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെയാണോ മനസ്സിൽ കരുതി വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, ആ പെൺകുട്ടിയുടെ പേരെന്താ എന്ന് പോലും നിങ്ങൾ എന്നോട് പറഞ്ഞു തന്നില്ലല്ലോ, എന്നിട്ട് ഞാൻ തന്നെയല്ലേ കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ജയൻ പറയുക, ആ പെൺകുട്ടിയുടെ പേര് നയന എന്നാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ നയനമോളുടെ പ്രായമുള്ള പെൺകുട്ടിയാണെന്നും പറഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ദേവേനി പറയുവാണ്, ആര് പറഞ്ഞു പേര് നയന എന്നാന്ന്, ഞാൻ കണ്ടുപിടിച്ചതല്ലേ, ഏതായാലും ഇനി അതിൻ്റെ ബാക്കി എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് പറയും. അന്തേക്കും ജയൻ ആകെ ടെൻഷനാണ്. ജയൻ പറയുന്നുണ്ട്, ആ പെൺകുട്ടി നിലവിൽ നാട്ടിലില്ല, അതുകൊണ്ട് ആ പെൺകുട്ടി വരുന്ന സമയത്ത് നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ, ഓ, നാട്ടിലില്ലേ, എങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പോൾ ജയൻ പുറത്തേക്ക് പോകും കേട്ടോ. നേരം ദേവേനി മനസ്സിലോർക്കുന്നുണ്ട്, എല്ലാത്തിനും നല്ല ടെൻഷനുണ്ട്, ഞാൻ ശരിയാക്കി തരാമെന്ന് തന്നെയാണ് ദേവേനിയുടെ മനസ്സിൽ.
പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയന ഓഫീസിൽ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയൻ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് ജയൻ പറയും, മോളെ ആകെ കുഴപ്പമായെന്നാണ് തോന്നുന്നത്. ദേവയാനിക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. ഇനിയിപ്പോൾ മോളെ തന്നെയാണോ കണ്ടുപിടിച്ച് ഇനി വേറെ ആരെങ്കിലും ആണോ എന്നറിയത്തില്ല എന്നൊക്കെ പറയുമ്പം നയന ചോദിക്കുന്നുണ്ട്, അമ്മ എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്, അമ്മ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അവൾ ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്നും ആ പെൺകുട്ടിയെ കാണാൻ പോകുമെന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് നയനയോടായിട്ട് പറയുന്നുണ്ട്, മോൾ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോയിക്കോ. അപ്പം മോള് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവളുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നൊക്കെ മോളെ തന്നെയാണോ അവൾ മനസ്സിൽ കരുതിയേക്കുന്നത് എന്ന് മനസ്സിലാവുമല്ലോ. ഏതായാലും ഒരുപാട് കാലമൊന്നും നമുക്കിത് ഇനി മൂടി വയ്ക്കാൻ പറ്റിയില്ല, അറിയുന്ന കാലത്ത് അറിയട്ടെ. ഏതായാലും ആ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ വീട്ടിലോട്ട് പോയിക്കോളാം എന്ന് നയനയും പറയുന്നുണ്ട്. രണ്ടുപേർക്കും ചെറിയൊരു ടെൻഷനുണ്ട്, ഇനി വേറെ ആരെങ്കിലും ആണോ മനസ്സിൽ കണ്ടേക്കുന്നത്, ഇനി നയനയാണെങ്കിൽ നയനയോട് ഇഷ്ടക്കേട് കാണിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് അവർക്ക്. പിന്നീട് അഭിയും ദേവയാനിയാണ് കാണിക്കുന്നത്. അഭി വീടിൻ്റെ ഫ്രണ്ടിൽ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അഭി നീ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ നീ കണ്ടുപിടിച്ചു എന്ന്, എനിക്ക് ആ പെൺകുട്ടിയായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അന്നേരം അഭി പറയുന്നുണ്ട്, സംസാരിക്കാനൊക്കെ പറ്റി, ഞാൻ ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചായിരുന്നു, അന്നേരം മൊബൈൽ നമ്പർ മേടിച്ചായിരുന്നു എന്ന് പറയും. എന്നാൽ നീ ഒന്ന് വിളിക്കുക, എനിക്ക് ആ പെൺകുട്ടിയായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ അഭി ഫോണിൽ വിളിക്കുവാണ് ശരണ്യെ. ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ശരണ്യ ചോദിക്കുന്നത്, എന്താടാ 10 ലക്ഷം കുറച്ച് 5 ലക്ഷം ആക്കണം എന്ന് പറയാനാണോ നീ വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം അഭി പയ്യെ പറയുവാണ്, എൻ്റെ അടുത്ത് വല്യമ്മായി നിൽപ്പുണ്ട്, വല്യമ്മായിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം ശരണ്യ കൊടുക്കുക എന്ന് പറയും. കൊടുത്തു കഴിയുമ്പോഴേക്കും എന്താ മാഡം എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോളല്ലേ എനിക്ക് കരൾ തന്നത്, മോളെ ഒന്ന് കാണണം എന്നോർത്ത് നടക്കുമായിരുന്നു ഞാൻ. ഏതായാലും ഈ സമയത്ത് ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പെൺകുട്ടികളും ചെയ്യില്ല, മോൾക്ക് അതിനുള്ള മനസ്സുണ്ടായല്ലോ എന്നൊക്കെ പറയുമ്പം ശരണ്യ പറയുന്നുണ്ട്, എനിക്ക് ചുറ്റുമുള്ളവരെ സന്തോഷമാണ് പ്രധാനം, ഞാൻ ഇതുപോലുള്ള സഹായങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്യാറുണ്ട്, അങ്ങനെ മേഡത്തിന് വേണ്ടിയും ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ എന്തിനാ മോളിങ്ങനെ മറിഞ്ഞിരിക്കുന്നത്, എല്ലാവരുടെയും മുന്നോട്ട് വന്നൂടെ എന്ന് ചോദിക്കുമ്പം ശരണ്യ പറയുന്നുണ്ട്, എനിക്കങ്ങനെ എല്ലാവരെയും കാണിച്ച് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിനോട് താല്പര്യമില്ല മാഡം, അതുകൊണ്ടാണ് വരാത്തത് എന്നൊക്കെ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എനിക്ക് മോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരണ്യ ഫോം വയ്ക്കുന്നത്. ഫോം വെച്ച് കഴിയുമ്പം ദേവയാനി അഭിയോട് പറയുന്നുണ്ട്, എനിക്ക് ഏതായാലും ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപയുടെ ചെക്കും കാണും, ആ ചെക്ക് ആ പെൺകുട്ടി ഏൽപ്പിക്കും. ഇനിയിപ്പം അവൾ ആ ചെക്ക് അങ്ങാനും മേടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ അക്കൗണ്ട് നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അവളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ 50 ലക്ഷം രൂപ ഇടുക എന്നൊക്കെ പറയുമ്പോഴേക്കും അഭിക്കൊരു ടെൻഷൻ. ഈ പ്രാവശ്യം എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ചെക്ക് അവളുടെ കൊടുക്കാം, നിർബന്ധിച്ചാണെങ്കിലും ചെക്ക് കൊടുത്തിട്ടേ നമുക്ക് പോരാവുള്ളൂ, അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് അഭിയും പറയുന്നുണ്ട്. അന്നേരം ദേവേനി ചോദിക്കുമ്പോൾ എങ്കിൽ നമുക്ക് നാളെ തന്നെ പോയി കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ കാണാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അന്നേരം ദേവേനി അങ്ങോട്ട് പറയുവാണ്, ഏതായാലും ഈ സംഭവം ഈ വീട്ടിലുള്ള ആരോടും നീ പറഞ്ഞേക്കരുത്, നീ പറഞ്ഞു തന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണ്, ആരും ഇത് അറിയണ്ട എന്ന് പറയുമ്പോൾ അറിയണ്ട അതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോകട്ടോ. പോകുമ്പോഴേക്കും ദേവേനി ദേഷ്യം കൊണ്ട് മുഖം അങ്ങ് മുറുകുവാണ്. അന്നേരം ദേവേനി മനസ്സിലോർക്കുക, എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ തന്നതെന്ന് ഞാൻ അറിഞ്ഞ കാര്യം ഇവൻ അറിയത്തില്ല, അതിൻ്റെ ഇടയ്ക്കോടെ അവൻ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ ഓർത്തിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.